കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊന്നും UDF ലീഡ് ചെയ്യാൻ കഴിയാതിരുന്ന മുനിസിപ്പാലിറ്റി ഇത്തവണ UDF അനുകൂലമായിട്ട് വിധിയെഴുതി. മാത്രമല്ല ഈ LDF അവസാന ദിവസങ്ങളിൽ ഇറക്കിയ പരസ്യം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാക്കി. അതാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരും ഒരടി CPM നൽകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്ത. അതുകൊണ്ട് പാലക്കാട്ടെ വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ്. പക്ഷേ ചേലക്കരയിലുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ കാണും. അതായത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ചേലക്കരയിൽ കാണാൻ കഴിയും. എനിക്കൊരു പക്ഷേ പാലക്കാടിനേക്കാൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കാണാൻ കഴിഞ്ഞ ചേലക്കരയിലായിരുന്നു. പാലക്കാട് വർക്ക് മോശമെന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതുവരെ ചേലക്കരയിൽ കാണാത്ത രീതിയിൽ നല്ലൊരു മുന്നേറ്റം UDF നടത്തിയിരുന്നു. പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ നേട്ടം പോലും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചതോടൊപ്പം തന്നെ ഒരു വാണിംഗ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകുന്നു. പക്ഷേ ചേലക്കരയിലെ പരാജയം ഞങ്ങൾ ഒരിക്കലും ക്ഷീണിപ്പിക്കുന്നില്ല. കാരണം 2001 വെറും 40 സീറ്റിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങിയപ്പോഴും ചേലക്കര അവരുടെ കൂടെ. കഴിഞ്ഞ ലോക്സഭയിൽ 19 എണ്ണത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും ചേലക്കര LDFൻ്റെ കൂടെ. പക്ഷേ UDF മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ചറിയുണ്ടായി. അതുകൊണ്ട് ഈ ജനവിധിയെ ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. നല്ല കരുത്തോടുകൂടെ ഭാവിയിൽ UDF മുന്നോട്ട് പോകും. ഇവിടെ ചില ചാനലുകൾ കണ്ടത് ഭരണവിരുദ്ധ വികാരമില്ല, ചേലക്കര ചൂണ്ടിക്കാണിച്ചില്ല. അതൊന്നുമല്ല, ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾക്ക് ചേലക്കരയിൽ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ കാര്യം പരിശോധിക്കും. അതുപോലെ സന്തോഷമുണ്ട്. പ്രിയങ്കാ ഗാന്ധി കെ മുരളീധരൻ സംസാരിക്കുകയായിരുന്നു. പാലക്കാട് ഇനിയും 4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. 11ാം റൗണ്ടിന്റെ കൗണ്ടാണ് ഇനി വരേണ്ടത്.